ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവജനങ്ങളെ സജ്ജരാക്കുന്നതിനുള്ള പ്രതിബദ്ധതയുടെ തെളിവാണ് റോസ്ഗർ മേളയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16ാമത് തൊഴിൽ മേളയിൽ നിയമനം ലഭിച്ചത് 51,000-ലധികം പേർക്ക്. കേരളത്തിൽ റെയിൽവേ, ദേശീയപാത വികസനം ഉൾപ്പെടെയുള്ള മേഖലകളിൽ വൻ പരിഷ്കരണങ്ങൾ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയ്ക്ക് പ്രദർശന അനുമതി നൽകി സെൻസർ ബോർഡ്. സംസ്ഥാനത്ത് 11 ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. തിരുവാറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്ക് നാളെ തുടക്കമാകും. ഇന്ത്യ ഇംഗ്ലണ്ട് 3ാം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ 1ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. യുവജനങ്ങളെ ശാക്തീകരിക്കുന്നതിനും വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ അവരെ സജ്ജരാക്കുന്നതിനുമുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് റോസ്ഗർ മേള പ്രതിഫലിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16ാമത് റോസ്ഗർ മേളയിൽ വിവിധ സർക്കാർ വകുപ്പുകളിൽ നിയമിതരായ 51,000-ലധികം യുവാക്കൾക്ക് ഓൺലൈനായി നിയമന കത്തുകൾ വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളും ജനാധിപത്യവും രാജ്യത്തിന്റെ സുപ്രധാന ശക്തികളാണെന്ന് ലോകം അംഗീകരിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. रोजगार मेलों के माध्यम से अब तक लाखों नौजवानों को भारत सरकार में परमानेंट जॉब मिल चुकी है. भारत के पास 2 असीमित शक्तियां हैं. एक डेमोग्राफी, दूसरी डेमोक्रेसी. युवाओं का यह सामर्थ्य भारत के उज्जवल भविष्य की सबसे बड़ी पूंजी भी है और सबसे बड़ी गारंटी भी है. രാജ്യത്തുടനീളം 47 സ്ഥലങ്ങളിൽ ഇന്ന് റോസ്ഗർ മേള നടന്നു. 16ാമത് ദേശീയതല റോസ്ഗർ മേളയുടെ ഭാഗമായി ദക്ഷിണ റെയിൽവേയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് തൊഴിൽമേള സംഘടിപ്പിച്ചു. തമ്പാനൂർ റെയിൽ കല്യാണ മണ്ഡപത്തിൽ നടന്ന പരിപാടിയിൽ ഡിവിഷണൽ റെയിൽവേ മാനേജർ മനീഷ് തപ്ലിയാൽ മുഖ്യാതിഥിയായി. വിവിധ വകുപ്പുകളിലായി 93 ഉദ്യോഗാർത്ഥികൾക്കാണ് നിയമന ഉത്തരവ് ലഭിച്ചത്. ഇതിനു പുറമെ പാലക്കാട്, മധുരൈ, തിരുച്ചിറപ്പള്ളി എന്നിവിടങ്ങളിലും ഇന്ന് ദക്ഷിണ റെയിൽവേയുടെ ആഭിമുഖ്യത്തിൽ തൊഴിൽമേളകൾ നടന്നു. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം വികസിത കേരളത്തിലൂടെ സാധ്യമാകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ BJP വാർഡുതല നേതൃസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ റെയിൽവേ, ദേശീയപാത വികസനം ഉൾപ്പെടെയുള്ള മേഖലകളിൽ വൻ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചതായും ശ്രീ അമിത്ഷാ പറഞ്ഞു. दक्षिण एशिया की सबसे अच्छी कंटेनर हैंडलिंग तकनीक के साथ ये केरल के विकास में कंट्रीब्यूट करेगा. ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയ മുതിർന്ന നേതാക്കൾ പങ്കെടുത്തു. KG മാരാർ മന്ദിരമെന്ന് പേരിട്ടിരിക്കുന്ന BJP സംസ്ഥാന ഓഫീസിന്റെ ഉദ്ഘാടനവും തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി നിർവഹിച്ചു. അല്പം മുമ്പ് കണ്ണൂർ തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിൽ ശ്രീ അമിത്ഷാ ദർശനം നടത്തി. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് പ്രക്ഷേപണ പരമ്പരയെ അടിസ്ഥാനമാക്കി സംഘടിപ്പിക്കുന്ന മൻ കി ബാത്ത് ടാലന്റ് ഹണ്ട് സീസൺ 5ന്റെ ഫൈനൽ മത്സരം നാളെ തിരുവനന്തപുരത്ത് കേന്ദ്ര സഹമന്ത്രി രക്ഷാ നിഖിൽ ഖഡ്സെ ഉദ്ഘാടനം ചെയ്യും. മേര യുവഭാരതിന്റെ ആഭിമുഖ്യത്തിൽ കഴക്കൂട്ടം മേനംകുളം ജ്യോതിസ് സെൻട്രൽ സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയ്ക്ക് സെൻസർ ബോർഡ് പ്രദർശന അനുമതി നൽകി. ചിത്രത്തിന്റെ റീ എഡിറ്റ് ചെയ്ത പതിപ്പിനാണ് സെൻസർ ബോർഡ് അനുമതി നൽകിയത്. സെൻസർ ബോർഡിന്റെ തിരുവനന്തപുരത്തെ ഓഫീസിലാണ് റീ എഡിറ്റ് ചെയ്ത ചിത്രം സെൻസറിങ്ങിനായി സമർപ്പിച്ചിരുന്നത്. പേരിനെ ചൊല്ലി വിവാദമായ JSK സിനിമയുടെ സബ് ടൈറ്റിലിൽ ജാനകി എന്ന പേരിനൊപ്പം V എന്നുകൂടി ചേർത്താൽ പ്രദർശന അനുമതി നൽകാമെന്ന് സെൻസർ ബോർഡ് നിർദ്ദേശിച്ചിരുന്നു. ഇത് നിർമ്മാതാക്കൾ ഹൈക്കോടതിയിൽ സമ്മതിച്ചിരുന്നു. സ്കൂൾ പാചക തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി അടിസ്ഥാന പ്രശ്നങ്ങൾ പഠിക്കാൻ സമിതിയെ നിയോഗിക്കാൻ സർക്കാർ ആലോചിക്കുന്നതായി മന്ത്രി V ശിവൻകുട്ടി. തിരുവനന്തപുരത്ത് സ്കൂൾ പാചക തൊഴിലാളി മാസ്റ്റർ ട്രെയിനർമാർക്കായുള്ള പരിശീലന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ശുചിത്വം, സുരക്ഷ, പരിഷ്കരിച്ച മെനു അനുസരിച്ചുള്ള പാചകം എന്നീ വിഷയങ്ങൾക്കാണ് പരിശീലനത്തിൽ പ്രധാന ഊന്നൽ നൽകുന്നത്. അഹമ്മദാബാദ് വിമാന അപകടത്തെക്കുറിച്ച് ഇന്നലെ പുറത്തുവിട്ട AAIB റിപ്പോർട്ട് പ്രാഥമിക കണ്ടെത്തലുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും അന്തിമ റിപ്പോർട്ട് പുറത്തുവിടുന്നതുവരെ പൊതുജനങ്ങൾ ഒരു നിഗമനത്തിലും എത്തരുതെന്നും കേന്ദ്രമന്ത്രി റാം മോഹൻ നായിഡു പറഞ്ഞു. അപകടത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ, എഞ്ചിൻ തകരാറുകൾ എന്നിവയുടെ വിശദാംശങ്ങളാണ് റിപ്പോർട്ട് പരിശോധിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ നല്ല വാർത്ത പ്രാദേശിക വാർത്തകൾക്ക് ശേഷം കേൾക്കാവുന്നതാണ്. ഡിജിറ്റൽ സർവകലാശാലയിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും സാമ്പത്തിക തട്ടിപ്പും അഴിമതിയും അന്വേഷിക്കാൻ പ്രത്യേക വിജിലൻസ് സംഘത്തെ അടിയന്തരമായി ചുമതലപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. ഗ്രാഫീൻ പദ്ധതിയിൽ പങ്കാളിയാക്കിയ ഇന്ത്യ ഗ്രാഫീൻ എഞ്ചിനീയറിംഗ് ആൻഡ് ഇന്നൊവേഷൻ സെന്റർ എന്ന സ്വകാര്യ കമ്പനിക്ക് ഔദ്യോഗിക നടപടികൾ പൂർത്തിയാക്കും മുൻപ് മുൻകൂർ പണം കൈമാറി അഴിമതി നടത്തിയെന്നത് സംസ്ഥാനത്തിന് നാണക്കേടാണെന്നും പ്രതിപക്ഷ നേതാവ് കത്തിൽ ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള തീരത്ത് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും നിർദ്ദേശം. പത്തനംതിട്ട തിരുവാറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്ക് നാളെ തുടക്കമാകും. ഉദ്ഘാടനം രാവിലെ 11 ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നിർവഹിക്കും. പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിൽ KSRTC ബജറ്റ് ടൂറിസം സെല്ലിന്റെ പഞ്ചപാണ്ഡവ ക്ഷേത്രദർശന യാത്രയുടെ ഭാഗമായി നടത്തുന്ന വള്ളസദ്യയ്ക്കും മന്ത്രി തുടക്കം കുറിക്കും. ഒക്ടോബർ 2 വരെ 80 ദിവസമാണ് ഇത്തവണ വള്ളസദ്യ കാലം. 7 പള്ളിയോടങ്ങളാണ് നാളത്തെ വള്ളസദ്യയിൽ പങ്കെടുക്കുന്നത്. സ്ഥലനാമങ്ങളുമായി ബന്ധപ്പെട്ട വൃക്ഷത്തൈകൾ ശേഖരിച്ച് കണ്ണൂരിൽ പച്ചത്തുരുത്തൊരുക്കാനുള്ള കർമ്മ പരിപാടിക്ക് ഹരിത കേരള മിഷൻ തുടക്കം കുറിക്കുന്നു. ഒരു തൈ നടാം എന്ന വൃക്ഷത്തൈ വ്യാപന പരിപാടിയുടെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. തളിപ്പറമ്പിനടുത്ത് പൂവത്തെ ഓർമ്മിപ്പിക്കുന്ന പൂവം, തവിടിശ്ശേരി എന്ന സ്ഥലത്തെ ഓർമ്മിപ്പിക്കുന്ന തവിടി, പെരിങ്ങോം വയക്കേരിയിലെ ചൂരൽ എന്ന സ്ഥലത്തെ ഓർമ്മിപ്പിക്കുന്ന ചൂരൽ, മുണ്ടേരി പഞ്ചായത്തിലെ കാഞ്ഞിരങ്ങാട് എന്ന സ്ഥലത്തെ ഓർമ്മിപ്പിക്കുന്ന കാഞ്ഞിരം, പയ്യന്നൂരിലെ ഏച്ചിലാംവയൽ എന്ന സ്ഥലത്തെ ഓർമ്മിപ്പിക്കുന്ന ഏച്ചിൽ, ചെന്തുരുണി എന്ന സ്ഥലത്തെ ഓർമ്മിപ്പിക്കുന്ന ചെങ്കുറിഞ്ഞി തുടങ്ങി നിരവധി വൃക്ഷങ്ങളുടെ പേരുകൾ നാട്ടുപ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടതായുണ്ട്. ഇത്തരം വൃക്ഷങ്ങൾ ശേഖരിച്ച് നട്ടുവളർത്തുകയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. തൈകൾ ശേഖരിച്ച് തരുന്നവർക്ക് പ്രത്യേക പാരിതോഷികങ്ങളും ഹരിത കേരള മിഷൻ നൽകുന്നുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് 3-ാം മത്സരത്തിന്റെ 3-ാം ദിനത്തിൽ ഇന്ത്യയുടെ 1-ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. 3 വിക്കറ്റിന് 145 റൺസ് എന്ന നിലയിൽ ഇന്ന് ബാറ്റിംഗ് പുനരാരംഭിച്ച ഇന്ത്യ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 255 റൺസ് എന്ന നിലയിലാണ്. ഇംഗ്ലണ്ട് ആദ്യ ഇന്നിംഗ്സിൽ 387 റൺസ് എടുത്തിരുന്നു. കേരള ക്രിക്കറ്റ് ലീഗിനെ സംസ്ഥാനത്തിന്റെ ടൂറിസവുമായി കോർത്തിണക്കി കൂടുതൽ ആഭ്യന്തര വിനോദസഞ്ചാരികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ക്രിക്കറ്റ് ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാക്കാനൊരുങ്ങി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. ഇതിന്റെ ഭാഗമായി സംസ്ഥാന ടൂറിസം വകുപ്പുമായി സഹകരിച്ച് വിപുലമായ പദ്ധതികൾക്കാണ് KCA രൂപം നൽകുന്നത്. തിരുവനന്തപുരം നെടുമങ്ങാട് 2 കുട്ടികൾ നീന്തൽക്കുളത്തിൽ മുങ്ങി മരിച്ചു. വേങ്കവിള നീന്തൽ പരിശീലന കുളത്തിൽ കുളിക്കാനിറങ്ങിയ ആരോമൽ, ഷിനിൽ എന്നിവരാണ് മരിച്ചത്. ഉച്ചയ്ക്ക് 1:30 അപകടം നടന്നത്. ഇരുവർക്കും നീന്തൽ അറിയില്ലായിരുന്നു. പാലക്കാട് പുൽപ്പള്ളിയിൽ മാരുതി കാർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന 2 കുട്ടികൾ മരിച്ചു. 4 വയസ്സുള്ള എമിലീന, 6 വയസ്സുള്ള ആൽഫ്രഡ് എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ പൊള്ളലേറ്റ ഇവരുടെ അമ്മയും സഹോദരിയും ചികിത്സയിൽ തുടരുകയാണ്. അമ്മയുടെ നില ഗുരുതരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ദേശീയപാത 85ന്റെ ഭാഗമായ നേര്യമംഗലം വനമേഖലയിലെ നവീകരണ ജോലികൾ തടഞ്ഞുകൊണ്ടുള്ള കോടതി ഇടപെടലിൽ പ്രതിഷേധം ശക്തം. വിഷയത്തിൽ പ്രതിഷേധിച്ച് അടിമാലി മേഖലയിലെ 3 പഞ്ചായത്തുകളിൽ UDFും LDFും ഹർത്താൽ ആചരിച്ചു. അടിമാലി, പള്ളിവാസൽ, വെള്ളത്തൂവൽ പഞ്ചായത്തുകളിലാണ് ഹർത്താൽ നടത്തിയത്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയായിരുന്നു ഹർത്താൽ. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ കേരള ലക്ഷദ്വീപ് മേഖലയിൽ സർക്കാരിന്റെ വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനായി ഏജൻസികളിൽ നിന്ന് ടെൻഡർ ക്ഷണിച്ചു. ഈ മാസം 28 ഉച്ചയ്ക്ക് 1 മണി വരെ ടെൻഡർ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവജനങ്ങളെ സജ്ജരാക്കുന്നതിനുള്ള പ്രതിബദ്ധതയുടെ തെളിവാണ് റോസ്ഗാർ മേളയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16ാമത് തൊഴിൽ മേളയിൽ നിയമനം ലഭിച്ചത് 51,000-ത്തിലധികം പേർക്ക്. കേരളത്തിൽ റെയിൽവേ, ദേശീയപാത വികസനം ഉൾപ്പെടെയുള്ള മേഖലകളിൽ വൻ പരിഷ്കരണങ്ങൾ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയ്ക്ക് പ്രദർശന അനുമതി നൽകി സെൻസർ ബോർഡ്. സംസ്ഥാനത്ത് 11 ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. തിരുവാറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ വള്ളസദ്യയ്ക്ക് നാളെ തുടക്കമാകും. ഇന്ത്യ ഇംഗ്ലണ്ട് 3-ാം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ 1-ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.